സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പൻ വീണ്ടും ഉറങ്ങിയോ? അയ്യപ്പൻ സൈലൻ്റായോ? അതോ വീണ്ടും സുനാമി പോലെ വയലൻ്റ് ആകാനാണോ? ഇന്ന് പത്മകുമാറും പത്മകുമാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡൻറ്റും പുറത്തിറങ്ങുന്നു, ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. 90 ദിവസത്തിൻ്റെ സ്വാഭാവിക നീതിയുടെ ബലം പിടിച്ചുകൊണ്ടാണ് ഈ അകത്ത് കിടക്കുന്ന ഓരോരുത്തരായി പുറത്തിറങ്ങുന്നത്. ഇതിനിടയിൽ വാസുവിൻ്റെ മൊഴി ED രേഖപ്പെടുത്തി, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തി. പക്ഷേ മൊഴിയിൽ വലിയ വൈരുദ്ധ്യമുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് വീണ്ടും കുറേ തെളിവുകൾ കൂടി ശേഖരിച്ചതിന് ശേഷം, കുറേ ത്രെഡും കണക്ഷൻസിനും എടുത്തതിന് ശേഷം തീർച്ചയായിട്ടും ഒന്നുകൂടി വാസുവിനെ ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു. മുരാരി ബാബുവിനെ ED ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും അടക്കം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചോദ്യം പല ഘട്ടങ്ങളിൽ കഴിഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരായിട്ട് ED ചോദ്യം ചെയ്യുകയാണ്. ഇതിനിടയിൽ ജയറാമിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം, 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ടല്ലേ ഇവർ ഓരോരുത്തരായി പുറത്തിറങ്ങി പോകുന്നത്. കുറ്റപത്രം കൊടുത്തിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവർ അകത്ത് കിടക്കുമായിരുന്നു. എന്തുകൊണ്ട് ഈ കുറ്റപത്രം സമയത്ത് സമർപ്പിച്ചില്ല എന്നുള്ളതിൻ്റെ പൊളിറ്റിക്സ് എന്താണ്? കാരണം പത്മകുമാർ വാസുവുമൊക്കെ അകത്ത് കിടന്നാൽ വലിയ നഷ്ടം അത് CPM ഉണ്ടാക്കുമെന്ന്, പ്രത്യേകിച്ച് പത്തനംതിട്ടയിലൊക്കെ വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് CPM അറിയാം. അതുകൊണ്ട് കൂടിയാണ് CPM ഇപ്പോൾ കളിച്ചിരിക്കുന്നത്. ഈ കളിയുടെ ഫലമായിട്ട് നമ്മുടെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ടാകാം. പൊളിറ്റിക്കലായിട്ടും അഡ്മിനിസ്ട്രേറ്റീവായിട്ടും ബ്യൂറോക്രാറ്റിക്കായിട്ടുമൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് കൂടി ആയിരിക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ജാമ്യം കിട്ടുന്നു. 90 ദിവസത്തേക്ക് ഉള്ള സ്വാഭാവികമായി ഒരാളെ അറസ്റ്റ് ചെയ്താൽ 90 ദിവസത്തിനകം അദ്ദേഹത്തിന് എതിരെയുള്ള കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം കിട്ടും. കാരണം ഒരുപാട് കാലം കിടത്തിയിരിക്കാതിരിക്കാനാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. പക്ഷെ ആ നിയമം ഇവിടെ ബൂമറാങ്ങാവുകയാണ്. നമ്മുടെ പത്മകുമാറും സംഘവും കൃത്യമായി പുറത്തിറങ്ങുകയാണ്. അപ്പോൾ ഇത് പുറത്തിറങ്ങുമ്പോൾ ഇനി അവർ പുറത്തു നിന്നാൽ അവർക്ക് വലിയ തോതിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും, ബ്യൂറോക്രാറ്റിക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും. വേണമെങ്കിൽ ജയകുമാർ അടക്കമുള്ള ആളുകളെ, ജയകുമാർ അടക്കമുള്ള ആളുകളെ സ്വാധീനിക്കാൻ പറ്റും, ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സ്വാധീനിക്കാൻ പറ്റും, വെങ്കടേഷിനെ സ്വാധീനിക്കാൻ പറ്റും, ശശിധരൻ ഡെപ്യൂട്ടി സ്പീക്കർ DYSP ആയിട്ടുള്ള SP ആയിട്ടുള്ള ശശിധരനെ സ്വാധീനിക്കാൻ പറ്റും. എല്ലാവരെയും സ്വാധീനിക്കാൻ പറ്റും പുറത്ത് നിൽക്കുന്നവർക്ക്. പക്ഷേ നിർഭാഗ്യവശാൽ അവർ പുറത്തായി. എന്താണിനി അയ്യപ്പൻ കരുതി വച്ചിരിക്കുന്ന പണി എന്ന് നമുക്കറിയില്ല. അയ്യപ്പൻ്റെ വിഗ്രഹം ഒഴിച്ച്, ശബരിമല അയ്യപ്പൻ്റെ വിഗ്രഹം ഒഴിച്ച് മിക്കവാറും എല്ലാ കാര്യങ്ങളും സ്വർണം പൂശിയിട്ടുള്ള പിന്നെ ദ്വാരപാലക വിഗ്രഹങ്ങൾ, അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങൾ, വാജീവാഹിനി വാഹനം, പിന്നെ അതുപോലെ തന്നെ കൊടിമരം, പിന്നെ കട്ടിളപ്പാളി, കതക്, ജന്നൽ തുടങ്ങി അവിടെ ഉള്ള പ്രധാനപ്പെട്ട സ്വർണം പൂശയെല്ലാം, സ്വർണം കൊണ്ടുണ്ടാക്കിയതോ സ്വർണം പൂശിയതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ വിവിധ രൂപത്തിൽ ഉള്ള കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും തൊണ്ടി മുതൽ എവിടെ പോയി എന്നുള്ളതിനെ സംബന്ധിച്ചും ഒരു വിവരവുമില്ല. ഇതെവിടെയാണ്, ആർക്കാണ് ഈ തൊണ്ടി മുതൽ കൊണ്ട് കൊടുത്തിരിക്കുന്നത്, എത്ര കിലോഗ്രാം തൊണ്ടിയാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്, അവിടെ നിന്ന് നഷ്ടപ്പെട്ടത് എത്ര, കൊണ്ടുവരുന്നത് എത്ര എന്നല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നത് എത്ര എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ഒരു കണക്കുമില്ല. ഇതിനിടയ്ക്കാണ് ISRO ഈ കാലപ്പഴക്കം തീരുമാനിക്കാൻ, അതായത് ഈ കട്ടിളപ്പാളി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഒറിജിനലായിട്ട് അവിടെ ഉണ്ടായിരുന്ന കട്ടിളപ്പാളിയുടെ സ്ഥലവും ഈ കൊണ്ടുപോയതിൻ്റെ തിരിച്ചു കൊണ്ടുവരാത്തതിൻ്റെ കണക്കുമൊക്കെ എടുത്ത് നോക്കുമ്പോൾ എവിടെയാണ് കട്ടിളപ്പാളി കൊണ്ടുപോയതെന്ന് ഒരു പിടുത്തവുമില്ല. അത് ഫുള്ളായിട്ട് വിദേശത്തേക്ക് കടത്തിയോ? ഈജിപ്റ്റ് പോലുള്ള, ഇറ്റലി പോലുള്ള രാജ്യങ്ങളിൽ ഇതിന് വലിയ ഡിമാൻഡുണ്ട്. നമ്മുടെ ഈ ആൻറ്റിക്വിറ്റ് സാധനങ്ങൾക്ക് വലിയ ഡിമാൻഡാണുള്ളത്. അവിടേക്ക് കൊണ്ടുപോയോ അതോ പീസാക്കി ഉരുക്കി ജയറാം അടക്കമുള്ള പലർക്കും കൊടുത്തുവോ? ഇത് വളരെ വലിയ ചോദ്യമാണ്. പക്ഷേ ആ ചോദ്യങ്ങൾക്കെല്ലാം പ്രസക്തിയുണ്ടോ ഇനി എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം തെറ്റ് ചെയ്ത് അകത്ത് കിടന്നവർ ശിക്ഷ അനുഭവിക്കാതെ അല്ലെങ്കിൽ വിചാരണ നേരിടാതെ 90 ദിവസം കിടന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പുറത്ത് വരികയാണ്, പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി അടുത്ത ഈ മാസം മിക്കവാറും എനിക്ക് തോന്നുന്നു മാർച്ച് മാസം തന്നെ എല്ലാവരും പുറത്ത് വരാൻ സാധ്യതയുണ്ട്. അവരാഘോഷിക്കും, അർമാദിക്കും, എല്ലാ സുഖസൗകര്യങ്ങളോടുകൂടി അവരിവിടെ ജീവിക്കും. പക്ഷെ അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ
പൊതു സമൂഹം എങ്ങനെയാണ് ഇതെടുക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പോളച്ചിറ കേസ് മുതൽ അഭയ കേസ്, കിളിരൂർ കേസ്, വിതുര പെൺവാണിഭം തൊട്ടിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ സിദ്ധാർത്ഥൻ്റെ മരണമാകട്ടെ, അഭിമന്യുവിൻ്റെ മരണമാകട്ടെ, ടി.പി. ചന്ദ്രശേഖരൻ വധമാകട്ടെ, പിന്നെ KT കുഞ്ഞികൃഷ്ണൻ്റെ അതായത് നമ്മുടെ ജയകൃഷ്ണൻ്റെ, കുഞ്ഞികൃഷ്ണനല്ല KT ജയകൃഷ്ണൻ്റെ വധമാകട്ടെ അല്ലെങ്കിൽ കൊലപാതകമാകട്ടെ, വലിയ നമ്മുടെ അതായത് ഓരോ കേസ്, ഫാദർ ഫ്രാങ്ക്ലിൻ മുളയ്ക്കലിൻ്റെ കേസാകട്ടെ, അങ്ങനെ ഏത് കേസ് എടുത്താൽ പോലും ആ കേസിലൊക്കെ വന്നിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കേസ് മുകളിലോട്ട് പോകും തോറും ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് കേസ് പോയാൽ മുതലാളിമാരെയോ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റുകളെയും ഉയർന്ന പൊളിറ്റിക്കൽ ലീഡർമാരെയും മുൻ മന്ത്രിമാരെയും മുൻ MLA-മാരെയും നിലവിലുള്ള മന്ത്രി, നിലവിലുള്ള MLA അങ്ങനെയുള്ളവരുടെ അടുത്തെത്തുമ്പോൾ ഇതെങ്ങോട്ടാണ് പോവുക എന്ന് നമുക്കറിയത്തില്ല. ചേകന്നൂർ മൗലവി എവിടെ പോയെന്ന് ഇതുവരെ നമുക്കറിയില്ല. സുകുമാരക്കുറുപ്പ് ഒളിവിൽ പോയിട്ട് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ കേരളത്തിൽ വളരെ ഗൗരവമായ അന്വേഷണങ്ങൾ പലതും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. ആ അട്ടിമറിയിൽ ഇതും അട്ടിമറിക്കപ്പെടുമോ? ഇതിലാകപ്പാടെ ഉള്ളൊരു പ്രതീക്ഷ ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാരാണ് ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതും അവരുടെ കർശനമായ നിയന്ത്രണമുണ്ട്, അല്ലെങ്കിൽ നേരിട്ടുള്ള അവരാണ് ഇത് പരിശോധിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ഒരു മെച്ചമാണ്. അല്ലാതെ കേരള സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെയോ ഏജൻസിയാണ് അന്വേഷിച്ചിരുന്നെങ്കിൽ അത് കൃത്യമായി ഇവിടെ നിന്ന് വളരെ കൃത്യമായി കൊണ്ടുപോകുന്ന ഒരു രീതി വരും. അതേസമയം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിനിടയിലാണ് CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. അതിന് ജഡ്ജിമാർ പറഞ്ഞിരിക്കുന്ന, ഹൈക്കോടതിയിലെ ദേവസ്വം ജഡ്ജിമാർ പറഞ്ഞിരിക്കുന്നത്, പ്ലീസ് വെയിറ്റ് ആൻഡ് സീ, ഇതെന്താണ് സംഭവിക്കുക നമുക്ക് കാത്തിരുന്ന് കാണാം. അത് എന്ത് സംഭവിക്കുമെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് CBIക്ക് വിടണോ വേണ്ടേ എന്ന് ആലോചിക്കാം. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷമായി CBI നന്നായി നടത്തിയ 2 കേസ് പറയൂ എന്നൊക്കെ പറഞ്ഞ് കോടതി ഉരുണ്ട് നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട്, അതായത് SITയുടെ റിപ്പോർട്ട് വരുമ്പോൾ കുറ്റപത്രം മാർച്ച് മാസത്തിൽ സമർപ്പിക്കുമെന്നറിയുന്നു. അപ്പോൾ നമുക്കറിയാം ആരൊക്കെയാണ് കുറ്റം ചെയ്തത്, എന്തൊക്കെയാണെന്ന്. അത് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ പുറത്തിറങ്ങി നിന്ന് ഈ സംവിധാനങ്ങളെ സ്വാധീനിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. അവർ നന്നായി സ്വാധീനിക്കും. അപ്പോൾ വരാൻ പോകുന്ന റിപ്പോർട്ട്, SITയുടെ റിപ്പോർട്ട് ആരെയൊക്കെ വെള്ളപൂശും, ആരെയൊക്കെയാണ് ശിക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും പത്മകുമാർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാവരും പുറത്ത് ഇറങ്ങി അല്ലെങ്കിൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു.